ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവമംഗലത്തെ എല്ലാവരും അഴി എണ്ണുമെന്ന് നമ്മുടെ കടയിൽ ഇന്ദിരാ സ്റ്റോറിൽ വന്ന ഒരാൾ ധർമ്മനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ധർമ്മൻ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും കേസ് എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. ആ കേസ് എന്താണ്? ഗാർഹിക പീഡനവും സ്ത്രീപീഡനവും ഒക്കെയുണ്ട്. ബാലൻ ചേട്ടൻ മാത്രമല്ല, അവരുടെ ഭാര്യയും മക്കളെയും എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കുറേ കാലം അഴിയെണ്ണുന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഗോമതി സ്റ്റോർ പൂട്ടും. ഇനി അങ്ങോട്ട് ഇന്ദിരാ സ്റ്റോറിൻ്റെ വളർച്ച തന്നെയായിരിക്കും എന്ന് പറയണം കേട്ടോ. ഇത്രയും കേട്ട് കഴിയുമ്പോൾ ധർമ്മൻ ഇവിടെ തളർന്നിരിക്കുകയാണ്. സുകന്യാണെങ്കിൽ ഓടി വന്ന് അയാൾക്ക് എന്താ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു 5 കിലോ അരി വേണമെന്ന് പറയാം കേട്ടോ. ഈ 5 കിലോ അരി എടുത്ത് കൊടുത്ത് കാശൊക്കെ വാങ്ങിച്ചതിന് ശേഷം ടെൻഷനായിട്ടിരിക്കുന്ന ധർമ്മൻ്റെ അടുത്തേക്ക് സുകന്യ വരികയാണ്. ധർമ്മേട്ടാ. അപ്പോൾ ധർമ്മൻ വല്ലാത്ത ടെൻഷനിൽ വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സുകന്യ പറഞ്ഞിട്ട്, അതെ ധർമ്മേട്ടാ, ഞാൻ നേരത്തെ ഒരു പരസ്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടേ, നമുക്കിപ്പോൾ അതേ ഏറ്റവും നല്ലൊരു പരസ്യമാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്. ബാലേട്ടൻ ഒരു ദുഷ്ടൻ്റെ ഇമേജ് ഉണ്ടാക്കും. നേരത്തെ ഇവിടെ വന്ന ആൾ പറഞ്ഞതുപോലെ ആൾക്കാർ ഗോമതി സ്റ്റോറെ അങ്ങ് കൈവിടും. നമുക്കിനി ശുക്രദശയാണ് ധർമ്മേട്ടാ. ഗോമതി സ്റ്റോർ ചീഞ്ഞ് ഇന്ദിരാ സ്റ്റോറിന് വളമാവും. അത് കേൾക്കുമ്പോൾ ധർമ്മൻ ദേഷ്യം വരാൻ നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് ഒരൊറ്റ അടി അങ്ങോട്ട് പൊട്ടിക്കുന്നുണ്ട് സുകന്യയുടെ കവളിൽ. സുകന്യയുടെ കണ്ണിന്ന് പൊന്നിച്ച പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല കിട്ടി. എന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ ഒരു വാചകം കുറച്ച് ദിവസമായിട്ട് നിനക്ക് ഞാൻ ഓങ്ങി വച്ചേക്കായിരുന്നു, നീയായിട്ടതിപ്പോൾ ചോദിച്ചു വാങ്ങി. എടി, ഗോമതി സ്റ്റോർ അങ്ങനെ ചീഞ്ഞു പോകാൻ ഈ ധർമ്മൻ ഇവിടെ ഉള്ളിടത്തോളം കാലം സമ്മതിക്കത്തില്ല. ഇതെന്തോ കള്ളക്കേസാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിലുള്ള അറസ്റ്റ്. ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് പോവാണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ അങ്ങോട്ട് പോവാട്ടോ. സുകന്യാണെങ്കിലും നോക്കിക്കോ, നിങ്ങളെന്നെ തല്ലിയല്ലേ, എന്ത് സംഭവിച്ചാലും ശരി തന്നെ ഗോമതി സ്റ്റോറിനെ പൊളിച്ചടക്കും ഈ ഒരു സുകന്യ. സ്ത്രീപീഡനത്തിന് അറസ്റ്റിലായവർ അകത്ത് തന്നെ കിടക്കും, പുറത്തിറങ്ങില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ. അപ്പോഴാണ് നമ്മുടെ മീനാക്ഷിക്ക് ആകാശിൻ്റെ ഫോൺ വരും കേട്ടോ. ആകാശ് പതിയെ സ്റ്റേഷൻ്റെ പുറത്തേക്ക്, പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്കായിരുന്നല്ലോ, പതിയെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോൺ വിളിക്കുകയാണ്. അന്നേരം മീനാക്ഷി ആദ്യം തന്നെ വഴക്കൊടുക്കുകയാണ്. ആകാശിനെ ഞാൻ എത്ര തവണ വിളിച്ചു, ഇന്ന് ഫോൺ എടുക്കാനൊന്നും വയ്യ ആകാശ് എന്ന് പറഞ്ഞ് വഴക്കൊടുക്കുകയാണ്. അന്നേരം ആകാശ് തിരിച്ച്, മീനു, അത് ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് അവിടെ പോലീസ് എങ്ങാനും വന്നിരുന്നോ? എന്നെ അന്വേഷിച്ചോ? എന്താ നിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? അല്ലെന്നേ, ഞങ്ങളെയൊക്കെ തിരക്കി പോലീസ് വന്നു. എനിക്കൊന്നും മനസ്സിലായില്ല ആകാശ്, എന്താ ഈ പറയുന്നത്? ഞങ്ങളെല്ലാവരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഏട്ടനും ആര്യനും അച്ഛനും അമ്മയും ഇത്രയും എല്ലാവരും ഉണ്ട്, അനുമോളും ഉണ്ട്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് നിങ്ങൾ തന്നെ ഇപ്പോൾ സ്റ്റേഷനിൽ പോയതല്ല, പോലീസുകാർ ഞങ്ങളെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. പിടിച്ചുകൊണ്ട് വന്നെന്നോ? ആകാശം എന്തോ ഉണ്ടെന്നൊന്നും തെളിച്ച് പറ ആകാശം. അല്ല ഏട്ടത്തി, നമുക്ക് പണി തന്നു മീനു. പണി തന്നെന്ന് വെച്ചാൽ, അല്ല അവർ നമുക്കെതിരെ കേസ് കൊണ്ട് കൊടുത്തിരിക്കുക. എന്ത് കേസ്? അപ്പോഴാണ് ആകാശം നടന്ന സംഭവം മുഴുവനും അങ്ങോട്ട് വിവരിച്ച് പറയുന്നുണ്ടോ. അപ്പോൾ മീനാക്ഷി ആകെ ടെൻഷനായി. പെട്ടെന്ന് ബാഗ് കൊടുത്തുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അന്നേരം അവിടെ നിന്ന് പോലീസുകാരൻ കുറേ വഴക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ആകാശിനെ. എടോ, തന്നോട് ആരാ പറഞ്ഞു ഇപ്പോൾ ഇവിടെ നിന്ന് ഫോൺ ചെയ്യാൻ? തന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതല്ലേ? അപ്പോൾ ഇവിടുത്തെ മറ്റുള്ള പോലീസിൻ്റെ അനുവാദം ഇല്ലാതെ, സിയുടെ അനുവാദം ഇല്ലാതെ ഫോൺ സംസാരിക്കരുത്, കട്ട് ചെയ്യുമെന്നും പറഞ്ഞു. ഫോൺ വെക്കുക കേട്ടോ. കൃഷ്ണമംഗലത്താണെങ്കിൽ ഇന്ദിരാമ വല്ലാത്ത ടെൻഷനിലാണ്. അപ്പോൾ ഇന്ദിരാമ അച്യുതനോടും അനന്തനോടും സംസാരിക്കുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അച്യുതൻ വന്ന് പറയുന്നുണ്ട്, നമ്മൾ ഇടപെട്ട് അവരെ പുറത്തിറക്കാൻ ഇത് എനിക്ക് പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഈ ബാലന് ഒന്ന് സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടിയിട്ട് എത്ര കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു അറിയാം. എന്നിട്ട് നമുക്കോ പറ്റിയില്ല. ആ ഉദയഭാനുവിനെങ്കിലും സാധിച്ചല്ലോ, അതിലെനിക്ക് സന്തോഷം. ഇതെനിക്ക് ആഘോഷിക്കാനാണ് തോന്നുന്നതെന്ന് പറഞ്ഞ അച്യുതൻ. എന്താടാ നീ പറയുന്നത്? എന്ത് ദുഷ്ടതയാടാ നീ പറയുന്നത്? സ്വന്തം ചോരയാണ് കേസിൽ പെട്ട് ജയിലിൽ പോകാൻ പോകുന്നത്. അനന്തനോടും അച്യുതനോടും ആണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പോയി സ്റ്റേഷനിൽ പോയി അവരെ ഇറക്കിയില്ലെങ്കിൽ ഞാൻ പോകും സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ അമ്മ. അപ്പം തന്നെ നന്ദിത പറയാൻ കേട്ടോ, അതെ, കള്ള കേസാണ് ഈ കൊടുത്തിരിക്കുന്നത്, അതും പിള്ളേരെയും കൂടെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്ന് നന്ദിത ചോദിക്കുമ്പോൾ രാജശ്രീ അങ്ങോട്ട് പറയല്ല. അയ്യോ നന്ദിതേച്ചി, സത്യമേതാ കള്ളമേതാ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇന്ദിരാമയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അവർ ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ദേവിയോട് ദേവമംഗലം കാര്യം തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണല്ലോ രാജശ്രീ നിൻ്റെ സംസാരം, ആണോടി? അപ്പോൾ രാജശ്രീക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അച്യുതൻ പറഞ്ഞിട്ട്, അമ്മ എന്തിനാ അവളോട് ചൂടാവുന്നത്? ദേവമംഗലംകാരുടെ കാര്യം അവർ തീർത്തോളും, നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഈടാ, ഇത് ദേവമംഗലത്തെ കാര്യം മാത്രമല്ല, ഇത് കൃഷ്ണമംഗലത്തെയും കൂടെയാണ്. നീ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇത് രണ്ടും ഒറ്റ കുടുംബം തന്നെയാണ് എന്ന് ഇന്ദിരാമ അങ്ങോട്ട് പറയണം കേട്ടോ. അപ്പം ഇന്ദിരാമ നേരെ വന്ന് അനന്തനോട് പറയണ്ട്, അനന്ത, നീ എന്താടാ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നിൻ്റെ തീരുമാനം പറ. അപ്പോൾ നന്ദിത പറഞ്ഞിട്ടുണ്ട്, അനന്തേട്ടാ, പാവം നമ്മുടെ മിത്ര, അവൾ പേടിച്ച് വരച്ചായിരിക്കും സ്റ്റേഷനിൽ നിൽക്കുന്നത്, ഒന്ന് സ്റ്റേഷനിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ അനന്തം പറഞ്ഞിട്ട്, അച്യുതാ, ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടാ, നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച്
ഒരു വിഷയം ഉണ്ടാക്കരുത്, നമ്മൾ തമ്മിൽ മുഷിയേണ്ട ആവശ്യം വരരുത്. മുമ്പ് ബാലനൊപ്പം ഗോമതി ഇറങ്ങിപ്പോയില്ലേ, അന്ന് നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ടി നടന്നു. ഇപ്പം ന്യായം പറയുന്ന ഈ അമ്മയില്ലേ, അന്ന് എത്ര ദിവസമാണ് മരണ വീട്ടിലെ പോലെ ദുഃഖിച്ച് കിടന്നത്. അന്ന് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ ഒരു ശബ്ദം ചെയ്തു, ജീവിതകാലം മുഴുവനും ബാലനോടും ഗോമതിയോടും ഇനി സന്ധിയില്ലെന്ന്. എന്നെങ്കിലും രണ്ടുപേരും അംഗീകരിക്കാതെ, അതും നമ്മൾ രണ്ടുപേരും അംഗീകരിക്കാതെ ഒരു കാലത്തും അവരുമായിട്ട് ഒരു സഹകരണവും ഇല്ലെന്ന്. ആലോകനെ സംബന്ധിച്ചുള്ള കാര്യമെല്ലാം നന്ദിതേടത്തി കണ്ടതല്ലേ അല്ലേ? മിത്രയെ പോലെ തന്നെ അവനും. ആ മിത്രയ്ക്ക് വേദനിച്ചാൽ നിങ്ങൾക്ക് വേദനിക്കുമല്ലേ, അതേപോലെ ആലോകിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് വേദനിക്കും. ഞങ്ങൾക്കും ഉണ്ട് സങ്കടങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം പറയാം, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയെന്നേ ഉള്ളൂ, ജാമ്യം വാങ്ങി അവരിങ്ങ് വന്നോളൂ. പക്ഷേ എൻ്റെ ഒരു പ്രാർത്ഥന ജാമ്യം കിട്ടല്ലേ എന്നാണ് എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ഇത്രയും പറഞ്ഞ് പോവാണ് കേട്ടോ. തൊട്ട് പറക്കെ രാജശ്രീയും പോകുന്നുണ്ട്. പക്ഷേ നന്ദിത അനന്തനോട് വന്ന് പറയുന്നുണ്ട്, ഏട്ടാ ഏട്ടൻ സ്റ്റേഷനിലേക്ക് പോ, ഞാനും കൂടെ വരാം. അല്ല എടി, അച്യുതൻ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്താൽ അത് വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ്. വരട്ടെ, നമുക്ക് നോക്കാം, വേറെ കുഴപ്പങ്ങളൊന്നും വരില്ലായിരിക്കും. അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കില്ല. ഞാനൊരു നല്ലൊരു അഡ്വക്കേറ്റോട് സംസാരിക്കാം. ആദ്യം കേസ് ഒത്തുതീർപ്പാകുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് കൂടപ്പിറപ്പുകളും കൈവിട്ടു. ഈശ്വര, ഇനി എൻ്റെ മകൾക്ക് വേറെ ആരും തുണയില്ല, ഗോമതിക്ക് ഇനി നീ തന്നെയായ തുണ എന്നിങ്ങനെ പറയാട്ടോ. ഈ സമയത്ത് സ്റ്റേഷനിലേക്ക് നമ്മുടെ മീനാക്ഷി ഓടിക്കയറി വരുവാണ്. വന്നപാടെ ഗോമതിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയാണ് കേട്ടോ. എന്നാലും മോളെ, ഞങ്ങൾക്കിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞങ്ങോട്ട് കരയുന്നത്. മീനാക്ഷിക്കും അത് കാണാൻ വലിയ സങ്കടമാവുന്നുണ്ട്. അപ്പം ഗോമതി പറയാണ്, മീനു, നമ്മുടെ അവസ്ഥ നീ കണ്ടോ? എന്തുമാത്രം സങ്കടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദേവിക്ക് ഇത്രയും പക ഞങ്ങളോട് ഉണ്ടായിരുന്നോ? അയ്യോ അമ്മേ ഒന്ന് സമാധാനിക്കും. കണ്ടില്ലേ എങ്ങനെ സമാധാനിക്കാനാ, എല്ലാവരും പിടിച്ചുകൊണ്ട് വന്നേക്കുന്ന കണ്ടില്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ അനുഭവിക്കേണ്ടി വന്നത്. നമ്മളൊക്കെ എത്ര അന്തസ്സോടു കൂടിയാണ് ഈ ജീവിച്ച് പൊക്കൊണ്ടിരുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഗതി വന്നല്ലോ എന്നും പറഞ്ഞു. അവളെ ഇത്രയും സ്നേഹിച്ചും അവരും അവരുടെ മോളും കൂടെ ഞങ്ങളെ കൊണ്ടെത്തിച്ചത് എവിടെയാണ്? അപ്പോൾ തന്നെ ബാലൻ പറഞ്ഞിട്ട്, ഗോമതി കരയാതിക്ക്, ഇത് ചതിയാണ്, ചതിച്ച് തോൽപ്പിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല, അല്ലാതെ നമ്മളെ അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ ആനന്ദിന് ദേഷ്യം വരാട്ടോ. ആനന്ദ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാണ് നിന്ന് കരയുന്നത്? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ അവർ? ഇങ്ങനെയൊക്കെ ചെയ്ത ഉദയഭാനൻ്റെ കുടുംബത്തിനെ പച്ചയ്ക്ക് ഞാൻ കത്തിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പോലീസുകാരി പറയാണ്, എടോ താൻ എന്താ പറയുന്നത്? പോലീസിനകത്ത് നിന്നാണോ കത്തിക്കും കൊല്ലുന്നൊക്കെ പറയുന്നത്? ആ SI മേഡം കൂടെ കേട്ടല്ലേ, അടുത്ത ചാർജ് കൂടെ നിന്റെ തലയിൽ വെച്ചിരും, മര്യാദയ്ക്ക് മിണ്ടത് അവിടെ നിൽക്കുക. അപ്പോൾ മീനാക്ഷി ഓടിച്ചെന്ന് പറഞ്ഞ്, പോലീസ് സ്റ്റേഷനാണ് ആനന്ദിട്ടാ, ഇവിടെ നമ്മളായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, കാര്യങ്ങൾ കൈകിട്ട് പോവും, എല്ലാം ഒന്ന് സമാധാനമായിട്ട് നിൽക്കും. പിന്നെ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് വരുന്നത് ഒരു സമാധാനപ്പെടുക. അങ്ങനെ ആകാശിനെയും പോയി ഒന്ന് സമാധാനപ്പെടുക. ആകാശേ, ഇവർ നിന്നെ ഉപദ്രവിച്ചോന്ന് ദേഹത്ത് കൈവച്ചോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദേഹത്തൊന്നും കൈവച്ചില്ല, പക്ഷേ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട്. അവർ പറഞ്ഞോട്ടെ, തിരിച്ചൊരു അക്ഷരം പോലും നീ പറയരുത്. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പോലീസുകാർ ചൊറിയാൻ വന്നാൽ ഞാനും തിരിച്ചു ചൊറിയും. വലിയ ആട് നമ്മൾ കളിക്കല്ലേ, പോലീസുകാരെ എടുത്തിട്ട് പെരുമാറും. മുട്ടനാടിൻ്റെ ചോരയ്ക്ക് ഞാനിവിടെ പോവും എന്ന് അതിനിടയ്ക്ക് ഒരു തമാശയും കൂടെ കേട്ടോ. അപ്പം ആകാശന് അങ്ങോട്ട് ചിരി വരികയാണ്. അങ്ങനെ മീനാക്ഷി നേരെ ആര്യൻ്റെയും മിത്രൻ്റെയും അടുത്തേക്ക് വരുന്നുണ്ട്. ആര്യ, കുറച്ച് സമയം നീ ഒന്ന് ക്ഷമിച്ച് നിൽക്കണം. ഏട്ടതി നമ്മുടെ കൂടെയേ നിൽക്കത്തുള്ളൂ. പോലീസുകാർ പലതും പറയും, ഉടനെ നീ കൈയും ചുരുട്ടിയൊന്നും ഇറങ്ങിയേക്കരുത്, പറഞ്ഞു കേട്ടല്ലോ എന്ന്. ന്യായം നമ്മുടെ ഭാഗത്താണ്, പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ന്യായം പറയാനുള്ള അവസരം പോലും നമുക്ക് കിട്ടില്ല. അത് നീ ഓർമ്മ വരണം. എന്നാലും ഏട്ടത്തിയും ഇത്രയൊക്കെ ചെയ്യുന്ന ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് ആര്യ, ഏട്ടത്തിക്ക് ഇതിലൊരു പങ്കുമില്ല, അത് ഉറപ്പാണ്. മീനു, നീ എന്തൊക്കെയായി പറയണമെന്ന് ഗോമതി, അവൾക്കിതിൽ പങ്കില്ലെന്നോ? എന്നിട്ടാണോ നമ്മളെ എവിടെ എത്തിച്ചതെന്ന് നീ കണ്ടില്ലേ? അമ്മയ്ക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ദേവിയെടുത്തി അറിഞ്ഞുകൊണ്ട് ഇതിനൊക്കെ കൂട്ടു നിൽക്കുമെന്ന്? മീനു, നീ അവളെ ന്യായീകരിക്കരുത്. നമുക്കെതിരെ പരാതി കൊടുത്തത് ദേവിയല്ലേ? ഏടത്തി കൊടുത്ത പരാതി നമ്മൾ ആരെങ്കിലും കണ്ടോമേ? ഇല്ലല്ലോ. മീനു, പരാതി കൊടുത്ത അവൾ തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. അവൾ അതല്ല അതിനപ്പുറം ചെയ്യും എന്ന് ആനന്ദേട്ടാ ഒന്ന് അടങ്ങി നിൽക്കുക. ഏട്ടത്തി ഒരിക്കലും നമുക്കെതിരെ പരാതി കൊടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏട്ടത്തിൻ്റെ മൊഴി വരട്ടെ, എന്നിട്ട് മതി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത്. അപ്പം ബാലൻ ചോദിക്കുന്നുണ്ട്, മീനു, ദേവി നമുക്കെതിരെ മൊഴി കൊടുക്കില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഞാനും ഏട്ടത്തിയും മിത്രയും ആ വീട്ടിൽ ഒരേ മനസ്സോടുകൂടി ജീവിച്ചവരാ. ഞങ്ങൾക്ക് പരസ്പരം എത്ര അറിയോ അതുപോലെ തന്നെ ഏട്ടത്തിയുടെ മനസ്സും ഞങ്ങൾക്കറിയാം. പക്ഷേ അച്ഛനും അമ്മയും ഒരു കാര്യം വിശ്വസിക്കണം, ഇതൊന്നും എടുത്തി അറിഞ്ഞുകൊണ്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതാ ഉദയഭാനുകളും ശ്രീകലാൻ്റെയും ചേർന്നുണ്ടാക്കിയ ട്രാപ്പാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും പൂർണ്ണമായിട്ട് വിശ്വാസം വരുന്നില്ലായിരിക്കും, സാരമില്ല. പക്ഷേ ഏട്ടത്തിൻ്റെ മൊഴി വരട്ടെ, അപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. പിന്നെ അതുവരെ ഒന്ന് അടങ്ങി നിൽക്കുക. അപ്പോൾ ഗോമതി പറഞ്ഞിട്ട്, അവളുടെ മൊഴി എന്തായാലും ശരി മീനു, ഇനി ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ ആ ശ്രീകലയാണെന്നല്ലേ നീ പറഞ്ഞത്? ആയിക്കോട്ടെ, പക്ഷേ അവൾ ദേവമംഗലത്തെ ബാലനെയും ഗോമതിയെയും എവിടെയാണ് കൊണ്ടെത്തിച്ചതെന്ന് നീ കണ്ടോ?
നീയും മിത്രയും അനുവും എൻ്റെ ഈ ആൺമക്കളും ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ ഞാൻ വിടില്ല. ഈ അപമാനത്തിന് ജീവനുണ്ടെങ്കിൽ എനിക്കും കണക്ക് ചോദിച്ചിരിക്കും. അമ്മേ, വെറുതെ ഇനി നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും പോകരുതേ. ഏട്ടത്തിൻ്റെ മൊഴി വന്നാൽ ഈ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസുകാർക്ക് മനസ്സിലാവില്ലേ? ഈ കേസും അവസാനിക്കും. അങ്ങനെ അവസാനിപ്പിക്കേണ്ടെന്ന് ആനന്ദ്. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. അവളുടെ അച്ഛൻ കോടീശ്വരനാണെന്ന് പറഞ്ഞു, അവൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞ എന്നെയും എൻ്റെ കുടുംബത്തെയും അവൾ ചതിച്ചത്. ഒരുപാട് കള്ളങ്ങളുടെ മുകളിലാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ഇന്ന് വരെ അതിനൊന്നും ഭീമമായി ഞാൻ പ്രതികരിച്ചിട്ടേയില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കുണ്ടായ വേദനകളെല്ലാം ഞാൻ ഉള്ളിലേക്ക് സഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല. ഇനി ഞാൻ പ്രതികരിക്കും, നിയമപരമായി തന്നെ പ്രതികരിക്കും. ആനന്ദേട്ടാ, ഏട്ടത്തി നിരപരാധിയാണ്. അപ്പത്തിന് ആകാശ് പറഞ്ഞിട്ട്, മീനു, നീ ഇപ്പം നിരപരാധി ഏട്ടത്തി ഉണ്ടല്ലോ, ആ ഏട്ടത്തിയുടെ പേരിലാണ് ഇന്ന് നമുക്ക് ഈ നാണക്കേടെല്ലാം ഉണ്ടായത്. എനിക്ക് വയ്യത് ഇവരോട് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും? അപ്പം ആര്യം പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് അവസാനിച്ച് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ തിരിച്ച് കേസിന് കൊടുക്കണ്ട ഏട്ടാ. അപ്പോൾ ആനന്ദ് പറയണ്ട്, കേസിന് പോയേ പറ്റൂ. അനുകൂലമായിട്ടോ എതിർകൂലമായിട്ടോ ദേവി എന്ത് വേണം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്തായാലും എൻ്റെ തീരുമാനം മാറ്റില്ല. എന്നെ ചതിച്ചാണ് എൻ്റെ ഈ കല്യാണം നടത്തിയത്. എന്നെ ഈ കുടുംബത്തെയും വഞ്ചിച്ച ഉദയവാനും ഭാര്യയ്ക്കും അയാളുടെ മകൾക്കും എതിരെ ഞാൻ കേസിന് പോകും. അയ്യോ അമ്മേ, എന്തൊക്കെയാണ് പറയുന്നത്? അപ്പത്തി ഗോമതി പറയാം, നീ മാത്രമല്ല ആനന്ദേ, ദേവമംഗലം കുടുംബമാണ് പോകുന്നത്, ഞാനാണ് പോകുന്നത് കേസിന്. അയ്യോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മീനു, ഈ കാര്യത്തിൽ നിങ്ങൾ ഇനി ഒറ്റ അക്ഷരം ഇടരുത്. നമ്മളെ അപമാനിച്ചവരെ ഇനി വെറുതെ വിടില്ല. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ശ്രീകല എൻ്റെ മുറ്റത്തുനിന്ന് നമ്മളെ വിളിച്ചിട്ടാണ് പോയത്. അവളുടെ മോള് കരഞ്ഞ ഓരോ കണ്ണുനീർ തുള്ളിക്കും ദൈവമംഗലത്തുകാരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുമെന്ന് അവൾ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതിൻ്റെ കണക്ക് തന്നെയല്ലേ ഇപ്പം നമ്മൾ കണ്ടത്. ഇനി ഉദയവാനും ശ്രീകലയും അവരുടെ മകളും ദേവമംഗലത്തോട് കണക്ക് പറയട്ടെ, അതാണ് വേണ്ടത്. അയ്യോ ഗോമതി, നീയൊന്ന് അടങ്ങുന്ന ബാലൻ. ഇല്ല ബാലട്ടാ, ഇത് നമ്മുടെ മോൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. വിട്ടുകൊടുക്കില്ല ഞാൻ. ഇത്രയൊക്കെ നമ്മൾ സഹിച്ചില്ലേ? എൻ്റെ ബാലേട്ടനെ ഞാൻ ഈശ്വരൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയൊട്ട് ഈ ബാലേട്ടനെയാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണേണ്ടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഗോമതി ശപഥം ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും, അതിനൊരു മാറ്റവുമില്ല. അങ്ങനെ പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. അപ്പോഴാണ് CIൻ്റെ അടുത്തേക്ക് മീനാക്ഷി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ മീനാക്ഷിയുടെ വന്നിരിക്കാൻ പറയാൻ കേട്ടോ. മാഡം, ഞാൻ മീനാക്ഷിയാണ്, എനിക്ക് മാഡത്തിനോട് 2 മിനിറ്റ് സംസാരിക്കണം. ഇരിക്കൂ. അങ്ങനെ മീനാക്ഷി അവിടെ ഇരിക്കണം. എന്താണ് നിങ്ങളുടെ പരാതി? പരാതി പറയാൻ വന്നതല്ല, പിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഗോമതിയുടെ മരുമകളാണ് ഞാൻ. അത് ശരി. അപ്പോൾ അവരുടെ ഒരു രീതിയും സംസാരമൊക്കെ കണ്ടിട്ട് മീനാക്ഷിക്ക് തീരെ പിടിക്കുന്നില്ല. അവർക്ക് വേണ്ടി ന്യായം പറയാനാണോ നിങ്ങൾ വന്നത്? ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാനല്ലേ വന്നിരിക്കുന്നത്? ഞാൻ പറയാവുന്നത് മാഡം, തൽക്കാലം എൻ്റെ സമയമൊന്നും കളയാൻ താല്പര്യമില്ല. മാഡം, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഒന്ന് കാണിക്കട്ടെ. അവർ തെറ്റ് ചെയ്തവരാണ്, അതെങ്ങനെ മാഡത്തിന് ഉറപ്പിക്കാൻ പറ്റും? അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ശക്തമായ തെളിവുകളുണ്ട്. മാഡം, ഞാനും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ആകാശിൻ്റെ ഭാര്യയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇന്ന് വരെ ആ വീട്ടിൽ ഒരാൾ പോലും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല, സങ്കടപ്പെടുത്തിയിട്ടുമില്ല. ഒരു തരത്തിലുള്ള പീഡനവും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെ, അതെ, സ്വന്തമായി ജോലിയുണ്ട്, കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട്, സാമ്പത്തികമായി ആരെയും ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദേവിയുടെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല മാഡം, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്. മിത്രയും ആ വീട്ടിലെ മരുമകൾ തന്നെയാണ്. അവൾക്കും ജോലിയോ വരുമാനമോ ഒന്നുമില്ല. മാഡം, ഒന്ന് മിത്രയോട് ചോദിച്ചു നോക്ക്, ആ വീട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവളെ ദ്രോഹിച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാട്ടോ. അവരാണെങ്കിലും നമ്മുടെ മീനുവിനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്